എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസത്തിലോട്ട് സ്വാഗതം. എനിക്ക് ഒരാഴ്ചയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം സൺഡേ ആണ് കേട്ടോ. സൺഡേ ഞാൻ എൻ്റെ കാര്യങ്ങൾ എത്ര പ്ലാൻ ചെയ്തതുപോലെ ചെയ്യുന്നു. അതായത് നെക്സ്റ്റ് വീക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ എല്ലാ സൺഡേസും ചെയ്യാറുണ്ട്. അത് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും എൻ്റെ നെക്സ്റ്റ് ഒരാഴ്ച എത്ര ഈസി ആകുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് സൺഡേയിലോട്ട്. രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്ന ഉടനെ ധൃതി പിടിച്ച് കാര്യങ്ങളിലോട്ട് കയറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അത് കുറച്ചൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കില്ലേ, അത് ആ ഒരു ഡേ മൊത്തം ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഫീലാണ് എനിക്ക്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്ത് കുറച്ചും കൂടെ നേരത്തെ എണീറ്റ് കുറച്ച് നേരം ബെഡിൽ കിടന്ന് സുഖമായി എണീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനും പ്രിഫർ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ റുട്ടീനാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ മാറ്റാൻ ഇഷ്ടമല്ല. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു റുട്ടീനൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നത്. മുന്നത്തെ വ്ളോഗൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും, മുന്നേ എനിക്ക് കാര്യമായിട്ട് റുട്ടീൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈഫ് കുറച്ച് ഈസി ആക്കാനും ഡേയ്സ് കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാനുമാണ് ഞാൻ കുറച്ച് റുട്ടീനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വന്നത്. അത് കുറച്ചധികം കാലം ഫോളോ ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി തുടങ്ങി റുട്ടീൻസിനോട്. ഞാൻ മുന്നേ വളരെയധികം കഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം ഈസി ആയിട്ട് ചെയ്യുന്ന പോലെയും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ഉടനെ ബെഡൊക്കെ ഒന്ന് പ്രോപ്പറായി വിരിച്ചിടുക, പിന്നെ ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്യുക. പിന്നെ ഒരു 3 വീക്സ് ആയിട്ട് ഞാൻ എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. ചെറിയ അയൺ ഡെഫിഷ്യൻസി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 3 വീക്സ് ഞാൻ എൻ്റെ എല്ലാ വർക്കൗട്ടും നിർത്തിവെച്ചു. ഇനി അതൊക്കെ ഒന്ന് വീണ്ടും തുടങ്ങണം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയോട് കൂടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. ഇനി കൂടുതൽ സാഹിത്യവും കഥയും ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ ഒരു പ്രൊഡക്റ്റീവ് സൺഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഈ ഒരു റൂമിൽ ആരും കിടക്കുന്നില്ല എന്നുണ്ടെങ്കിലും കേർട്ടൻസ് ഒക്കെ കംപ്ലീറ്റ് ഇടും കേട്ടോ. കാരണം റോട്ടിൽ നിന്ന് നല്ല വ്യൂ ആണ് ഈ ഒരു റൂമിലോട്ട്. അതുകൊണ്ട് രാത്രി നമ്മൾ കേർട്ടനൊക്കെ ഇട്ട് രാവിലെയാണ് നമ്മൾ കേർട്ടനൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നത്. എനിക്ക് സ്കിന്നിൽ ചെറുതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇടയ്ക്ക്. എക്സിമ എന്നൊക്കെയാണ് ഇവിടെ ഞാൻ GPനെ കാണിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്. ആ ദിവസങ്ങളിൽ ഞാൻ വെറും ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമാണ് കേട്ടോ ചെയ്യാറ്. എനിക്കൊരു ദിവസം ഒരു സ്ഥലത്തും പോകാനില്ല എന്നുണ്ടെങ്കിലും രാവിലെ എണീറ്റതിന് ശേഷം ഞാൻ എൻ്റെ നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ച് പുറത്തോട്ട് ഇടുന്ന നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് മുഖം മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരിക്കും കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും തോന്നും നമ്മൾ കുറച്ച് പ്രസൻറ്റബിൾ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഫീൽ ചെയ്യും എന്നുള്ളത്. ഇതിപ്പോൾ ഞാനൊരു 3-4 ആഴ്ചയായിട്ട് തുടങ്ങിയൊരു ശീലമാണ് കേട്ടോ. എനിക്ക് എന്തായാലും അത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചെരുപ്പാണോ? ഞാൻ പൊതുവേ ചായയും കാപ്പിയൊന്നും അങ്ങനെ കുടിക്കാത്ത ഒരാളാണ്. പക്ഷേ എന്നാലും സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഏതെങ്കിലും ഒരു ദിവസം ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ എനിക്കിഷ്ടമാണ്. വിഷ്ണുവും ഡെയിലി ചായ കുടിച്ചിരുന്ന ആളായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഒപ്പം കൂടിയതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ദിവസം മാത്രമൊക്കെയാണ് ചായ പരിപാടിയുള്ളൂ. വിഷ്ണു ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ഫോണിൽ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും മുഴുവൻ അങ്ങോട്ട് അറിയാറില്ല. അപ്പം ഞാൻ അയച്ച എന്തൊക്കെയൊക്കെയോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വിഷ്ണുവിന് ഞാൻ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീറ്റ് വന്നപ്പോൾ എൻ്റെ പ്ലാൻ ഉച്ചയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു റൈസ് കുക്ക് ചെയ്യാനായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം വിശക്കുന്നുണ്ട്. ഇന്നലെ ഈവനിങ് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു മാമിയുടെ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് കുറച്ചൊന്ന് ഉറങ്ങി ലേറ്റ് ആയിട്ടാണല്ലോ എണീറ്റ്. അപ്പോൾ റൈസായിട്ട് ഒന്നെങ്കിൽ ചോറ് കറി അല്ലെങ്കിൽ ചെറിയ തട്ടിക്കൂട്ട് ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ ആ പ്ലാനായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വന്നത്. അമ്മു ചേച്ചി അങ്ങോട്ട് വരുന്നു, അവരോട് കാര്യമായിട്ടുള്ള ലഞ്ച് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ എനിക്ക് കിട്ടിയ ഓഫർ ചോറ്, മീൻ വറുത്തത്, മീൻ കറി, പിന്നെ ചെമ്മീൻ്റെ എന്തോ ഒരു കറി. ഇത്രയും ഓഫറുകൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ എന്നോ പറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ ഞായറാഴ്ചയായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ ഫ്രിഡ്ജും ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കാലിയായിരിക്കും. കാരണം ഞാൻ വീക്ക്ലി ഷോപ്പ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കധികം കാര്യങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം മുന്നേ ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു 1-1.5 കൊല്ലം മുന്നേ അന്നെടുത്തൊരു തീരുമാനമായിരുന്നു വീക്ക്ലി ഷോപ്പിങ്ങേ ഉള്ളൂ, എന്നാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ വേസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ വീട്ടിൽ ഇനി ആകെ ബാക്കിയുള്ള ഒരു കാര്യം ഒരു പഴവും ഒരു അവക്കാദോയുമാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളൊരു അവക്കാദോ ഷേക്ക് അടിക്കുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മുച്ചേച്ചിയുടെ അവിടെ പോകുന്നു, മീൽ പ്ലാൻ ചെയ്യാനുണ്ട്. നമ്മൾ ടർക്കി ഷോപ്പിൽ പോയി ഷോപ്പ് ചെയ്യുന്നു. പിന്നെ അതിലുമുപരി ഞാൻ നാട്ടിൽ പോകുന്ന ഡേറ്റ് അടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഫസ്റ്റ് റൗണ്ട് ഓഫ് ഷോപ്പിംഗ് ഇന്ന് വിഷ്ണുവിൻ്റെ ഒപ്പം ചെയ്യാം. സാധാരണ ഞാൻ ഷോപ്പിംഗൊന്നും വിഷ്ണുവിനെ കൂട്ടാറില്ല കേട്ടോ. കാരണം ഒരു ചൊറി മെഷീൻ ഒപ്പം നടക്കുന്നത് പോലെ ഫീൽ ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ സുഖമായി ഞാൻ പോകുന്നു, എനിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നു, ബില്ലൊക്കെ കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. ഞാൻ എല്ലാ ഐറ്റംസും ഒന്നും വിഷ്ണുവിനെ കാണിക്കാതെ എനിക്ക് വേണ്ടത് ഞാൻ കൊണ്ടുവയ്ക്കുന്നു, വേണ്ട ഐറ്റംസ് കാണിക്കുന്നു. അങ്ങനത്തെ ഒരു നല്ല സ്മൂത്ത് പ്രൊസീജിയറിലൂടെ അത് പോകും. വിഷ്ണു ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിലോ ചൊറിന് ഒരു സാധനം എടുക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇത് ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് ഐറ്റം, അതായത്
ഇവിടെ ആൽബർട്ടൈനും അതേപോലെ തന്നെ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ 2 അമ്മമാർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു യെല്ലോ ക്ലോത്ത് ഒക്കെ ഉണ്ട് ഇവിടുന്ന് കൊണ്ടുപോകാറുള്ളൂ. വിഷ്ണുവിന്റെ അമ്മയ്ക്ക് ഭ്രാന്താണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. പിന്നെ ഹൈക്കമാൻഡിനായിട്ട് ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യണം. എനിക്ക് ആൾക്കാർക്ക് സാധനം വാങ്ങിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ പോകുമ്പോൾ, അതുകൊണ്ട് ഞാൻ ആരെയും നാട്ടിൽ പോകുമ്പോൾ മിസ് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങൾ കൊണ്ടുപോകും. എനിക്കതൊരു ഗസ്റ്റർ ഓഫ് ലവ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഓവറായിട്ട് എഴുതി കൂട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഹൈക്കമാൻഡ് ഒന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ ഷോപ്പിങ്ങിന് പോകും. ആദ്യം ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് അതിന് ശേഷം ഞാൻ ഒരു കാര്യമായിട്ടൊരു ഷോപ്പിംഗ് സെന്ററിൽ പോകുന്നതാണ് അന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഒരു അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കാം. ഇവിടെ ഒരു പച്ച സാധനം നിൽക്കുന്നത് കണ്ടോ? ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് അവിടുത്തെ ഫ്ലവർ ബേസ് താഴെ വീണ് തവിട് പൊടിയായി പൊട്ടിത്തെറിച്ചു. അതൊരു വിഷമം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. നമ്മുടെ കിച്ചൻ്റെ സ്ലാബിൻ്റെ മുകളിൽ ഈ ഒരു കോർണർ സെറ്റപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു കേട്ടോ. എനിക്ക് ചെറുതായിട്ട് ബോറടിച്ചായിരുന്നു നമ്മുടെ പഴയ സെറ്റപ്പ്. കുറേ പേര് ചോദിച്ചായിരുന്നു ഈ ഒരു നൈഫ് സ്റ്റാൻഡ് ബാറ്ററി ആണോ അത് ഓട്ടോമാറ്റിക് ആണോ എന്നുള്ളതൊന്നും ഒന്നുമല്ല. നമ്മൾ കൈകൊണ്ട് തിരിച്ചാൽ മാത്രമാണ് അത് തിരിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. നമ്മളൊരു അവക്കാഡോ ബനാന വെച്ചിട്ടുള്ള ഒരു സ്മൂതിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ അവക്കാഡോസ് വെച്ചിട്ടുള്ള സ്മൂതീസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അവക്കാഡോൻ്റെ ഒപ്പം കമ്പൈൻ ചെയ്ത് നല്ല അടിപൊളിയായി പോകുന്ന തോന്നുന്ന ഫ്രൂട്ട് ആപ്പിളാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആപ്പിൾ അവക്കാഡോയും ഡേറ്റ്സും കൂടെ ആയിട്ടുള്ള ഒരു സ്മൂതി ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയാണ്. സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ മോർണിംഗ് മാത്രം കാണുന്ന ഒരു കലാപരിപാടിയാണ് വിഷ്ണുവിൻ്റെ കാര്യമായിട്ടുള്ള ന്യൂസ് കാണൽ. ആഴ്ചയിൽ 2 ദിവസം മാത്രം ന്യൂസ് കണ്ട് വിഷ്ണു ആ ഒരാഴ്ചയിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ശേഖരിച്ചെടുക്കുന്നത് കാണാം. എൻ്റെ ഫൈനൽ എക്സാമിന് ഞാൻ യൂസ് ചെയ്ത ആയുധങ്ങളാണ് കേട്ടോ ഇത്. എത്ര ബ്രഷസാണ് ഞാൻ എൻ്റെ ഫൈനൽ എക്സാമിന് യൂസ് ചെയ്തത്. ഈ കുട്ടി ബ്രഷസാണ് കൂടുതൽ വേണ്ടി വന്നത്. കാരണം സ്മോക്കി ഐസ് ഒക്കെ ആകുമ്പോൾ അതാണല്ലോ കൂടുതൽ വരിക. പിന്നെ മുഖത്ത് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ബ്രഷും പൗഡർ ബ്രഷും ഒക്കെ മതി. അപ്പോൾ ഇതൊക്കെ കഴുകാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 5-6 ദിവസമായി പുറത്തെടുത്ത് വെച്ചിട്ട് ഇതുവരെ കഴുകിയിട്ടില്ല. ചില പണികൾ നമ്മളിങ്ങനെ മാറ്റി 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 കൊണ്ടുപോകുമല്ലോ, അങ്ങനത്തെ ഒരു പണിയാണ് എനിക്ക് എപ്പോഴും ബ്രഷ് ക്ലീനിങ്. അങ്ങനത്തെ ഒരു പണിയാണ് എനിക്ക് എപ്പോഴും ബ്രഷ് ക്ലീനിങ്. അപ്പോൾ ഇതിനൊരു ഓട്ടോമാറ്റിക് യന്ത്രം വാങ്ങിക്കണമെന്ന് കുറേ വിചാരിക്കുന്നു. അതും മാറ്റി മാറ്റി കൊണ്ടുപോവാണ്. ഞാനും വിഷ്ണുവും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാകുന്നതിന് ഒരു കണക്കുമില്ല. പക്ഷേ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഓരോരോ യൂറോ സ്പെൻഡ് ചെയ്യുന്നത് വരെ കൃത്യം കണക്കുണ്ടായിരിക്കും. എന്ന് കരുതി വിഷ്ണു ഒരിക്കലും അങ്ങനെ പൈസ സ്പെൻഡ് ചെയ്യാൻ മടിയുള്ള ഒരാളല്ല കേട്ടോ. പക്ഷേ എന്നാലും എങ്ങനെയാണ് നമ്മുടെ കയ്യിലെ പൈസ തീർന്നു പോകുന്നതെന്നുള്ള കൃത്യമായ കണക്ക് വേണമെന്നാണ് അത്യാവശ്യം നല്ല നിർബന്ധമുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ മണി മാനേജ്മെൻറ്റ് സ്കിൽ അത്ര പ്രോപ്പറൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ വിഷ്ണു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും. വിഷ്ണുവിൻ്റെ ഗൈഡൻസ് ഞാൻ സ്വീകരിക്കും ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ തുടക്കത്തിലുള്ള സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ എത്രയോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിൽ. അപ്പോൾ നാട്ടിൽ പോകുന്ന വാങ്ങിക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും വിഷ്ണു അതാണ് പറഞ്ഞത്, നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നീ വാങ്ങിച്ചോളൂ, പക്ഷെ നമുക്കൊരു കണക്ക് വേണം, എങ്ങനെയാണ് എത്രയാണ് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗാണ് നമ്മൾ തമ്മിൽ കഴിഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് നാട്ടിൽ പോകുന്നുണ്ട്. വിഷ്ണു എനിക്ക് കുറച്ച് സ്റ്റഡി ക്ലാസ്സസും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിഷ്ണുവിനെ കറക്റ്റായിട്ട് അറിയാം എനിക്ക് എവിടേക്കാണ് എന്തൊക്കെയാണ് പറഞ്ഞു തരേണ്ടതെന്നുള്ളത്. വിഷ്ണു പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അധികം നല്ല അഡ്വൈസസ് ആയതുകൊണ്ട് എല്ലാം ഞാൻ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ഇനി നമ്മൾ സൺഡേ എന്ത് വന്നാലും ചെയ്യാൻ മടിക്കില്ല അല്ലെങ്കിൽ മറക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ ഒരു വീക്കിലോട്ടുള്ള ഫുഡ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്യൽ. ഇത് ഞാനും വിഷ്ണുവും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ചെയ്യാറ്. കാരണം 2 പേർക്കും കഴിക്കാൻ താല്പര്യമുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, കഴിക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കും. ആ ഡിസ്കഷനെല്ലാം നമ്മളിപ്പോൾ തീരും. ഇനി വെൻസ്ഡേക്കും തേഴ്സ്ഡേക്കും ഡിന്നർ വേണം. ഈ ഫ്രൈഡേക്ക് വെക്കണ്ട, ചിക്കൻ ഫ്രൈഡേ രാത്രി നമ്മള് ഒരു മൂഡ് തോന്നുന്നത് ചെയ്യാറ്. ഫ്രൈഡേയിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്യേണ്ടതിന്റെ ഫ്രൈഡേ എന്തായാലും അടുത്ത ഫ്രൈഡേ ഓഫീസിൽ പോകും. വീക്ക്ലി 1 or 2 days വിഷ്ണുവാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ എന്തൊക്കെയാണ് വിഷ്ണുവിന് കുക്ക് ചെയ്യാൻ താല്പര്യം, ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്യേണ്ടത്, എനിക്ക് എന്തൊക്കെ കുക്ക് ചെയ്യാനാണ് താല്പര്യം എന്നുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ് നമ്മൾ മെയിൻലി ഇവിടെ ഉണ്ടാവാറ്. പിന്നെ നമുക്ക് 2 പേർക്കും മൺഡേ ടു ഫ്രൈഡേ കുറച്ചൊന്ന് ഡയറ്റ് കൺട്രോൾഡായിട്ട് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. കുറേ ഫുഡ് കഴിക്കാതെ കുറച്ചൊന്ന് കൺട്രോൾഡായിട്ട്. സാറ്റർഡേയും സൺഡേ നമ്മൾ അതിനൊരു ലിമിറ്റേഷനും വെക്കാറില്ല. ഇതിന്നൊരു എക്സെപ്ഷൻ ആയിരുന്നു കേട്ടോ നമ്മുടെ കഴിഞ്ഞ 3 ആഴ്ച. കഴിഞ്ഞ 3 ആഴ്ച നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കുക്ക് ചെയ്യുന്നതും ഫുഡ് കഴിക്കുന്നതും വീഡിയോസാണ്. കാരണം കഴിഞ്ഞ 3 ആഴ്ച ഞാൻ ഒരു ഡയറ്റ് പ്ലാനും ഇല്ല, എനിക്ക് വേണ്ട ഫുഡ് എല്ലാം കഴിക്കുന്നു തീരുമാനിച്ചിട്ടുള്ള 3 ആഴ്ചയായിരുന്നു. എന്തായാലും ആ ആഴ്ചകൾ ഇവിടെ തീർന്നു. അതുകൊണ്ട് നമുക്കിനി കുറച്ചൊന്ന് നോക്കിയും കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുള്ളൂ. മീൽ പ്ലാനിങ്ങിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം എന്താണ് ഞാൻ ഈ ഒരു ആഴ്ചത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഞാൻ എല്ലാ ദിവസവും എന്താണോ ഡിന്നർ കഴിക്കുന്നത് അത് തന്നെയാണ് ഞാൻ നെക്സ്റ്റ് ഡേ ലഞ്ചായിട്ട് കഴിക്കാറ് കേട്ടോ. കാരണം ലഞ്ചിനും കൂടെ കുക്കിംഗ് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് മൺഡേ ഞാൻ ചപ്പാത്തിയും പാലക് പനീറുമാണ്. അപ്പോൾ പാലക് പനീർ എന്തായാലും നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ലഞ്ചും ചപ്പാത്തി പാലക് പനീർ തന്നെയാണ്.
പിന്നെ ട്യൂസ്ഡേ രാത്രി റാഗി ചെറുപയർ ദോശയാണ് കഴിക്കുന്നത്. അതിലെന്തെങ്കിലും ടൊമാറ്റോ ചട്നിയോ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാറ്റർ പിന്നെയും ബാക്കി ഉണ്ടായിരിക്കും. അപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് ലഞ്ചിന് റാഗി ചെറുപയർ ദോശ തന്നെയാണ്. പിന്നെ ചിക്കൻ ഗ്രില്ലും സ്പിനച്ച് സാലഡും വെജീസും ആണ് വെൻസ്ഡേ വരുന്നത്. അപ്പോൾ വെൻസ്ഡേ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് പിന്നെ ഞാൻ ചിക്കൻ കഴിക്കാറില്ല. അപ്പോൾ ആ ഒരു ദിവസം ലഞ്ചിന് ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യും. എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചോറ് ഉച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അധികം ഞാനത് തേഴ്സ്ഡേ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കും. പിന്നെ തേഴ്സ്ഡേ രാത്രി പുട്ടും കടലയാണ്. ഫ്രൈഡേ നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ദിവസം ഉച്ചയ്ക്കും പുട്ടും കടലയും തന്നെ ഉണ്ടായിരിക്കും. ഫ്രൈഡേ രാത്രി ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഫ്രൈഡേ അധികം നമ്മൾ എന്തെങ്കിലും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫ്രൈഡേ നമ്മളത് പ്ലാൻ ചെയ്യുന്നില്ല. പിന്നെ സാറ്റർഡേ ലഞ്ച് ഒരു പ്രശ്നമാണ്. ഈ കടലക്കറി കുറച്ച് ഞാൻ എടുത്ത് വെക്കും. അപ്പോൾ സാറ്റർഡേ ഉച്ചയ്ക്ക് നമുക്ക് ഒന്നെങ്കിൽ ചപ്പാത്തി കടലക്കറി അല്ലെങ്കിൽ പുട്ട് കടലക്കറി ആക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡിന്നറിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൺഡേ ഞാൻ കീൻവ ഉപ്മാവായിട്ട് അല്ലെങ്കിൽ കീൻവ എന്തെങ്കിലും, പിന്നെ ബെറീസ് നട്ട്സ് യോഗേർട്ടാണ് എൻ്റെ മൺഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ്. സ്പിനച്ച് ബെറീസ് ബനാന ചിയാ സീഡും കൂടെയുള്ളൊരു സ്മൂതിയാണ് എൻ്റെ ട്യൂസ്ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ്. റാഗി ആപ്പിൾ സ്മൂതിയാണ് വെൻസ്ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ്. അവക്കാഡോ ടോസ്റ്റും പോച്ച്ഡ് എഗ്ഗും ആണ് എൻ്റെ തേഴ്സ്ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ആൽമണ്ട് ടോസ്റ്റാണ് ഞാൻ ഫ്രൈഡേ ചെയ്യുന്നത്. ഈ ആൽമണ്ട് ടോസ്റ്റും അവക്കാഡോ ടോസ്റ്റിൻ്റെയും റെസിപ്പി ഞാൻ ഷോർട്ട്സോ റീലോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഒരു പുതിയ അവക്കാഡോ ടോസ്റ്റ് റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ സ്നാക്കിങ്ങിന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ബീട്രൂട്ട് ക്യാരറ്റ് ഓറഞ്ചും സ്മൂതി, പിന്നെ പംകിൻ സീഡും ആൽമണ്ട്സും വാൾനട്ടും ട്യൂസ്ഡേ, പിന്നെ സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാം സാലഡാണ് വെൻസ്ഡേ, പിന്നെ ഓറഞ്ചും സ്ട്രോബെറിയും കിവിയാണ് അടുത്ത ദിവസം തേഴ്സ്ഡേ, ക്യാരറ്റ് സ്റ്റിക്സും ഹമ്മസും ആണ് ഫ്രൈഡേ കഴിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഞാൻ ഫോളോ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. പക്ഷെ എന്നാലും ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ അധികം നടക്കാറില്ല. പക്ഷെ എന്നാലും അധികം ഏകദേശം ഈ ഒരു ഏരിയ ഇങ്ങനെയാണ് ഞാൻ കവർ ചെയ്യാറ്. അപ്പോൾ ഇതിന് വേണ്ട കറക്റ്റ് ഐറ്റംസ് മാത്രമാണ് ഞാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. എന്നാൽ സാറ്റർഡേ ഈവനിങ് ആകുമ്പോഴേക്ക് എല്ലാം കാലിയാവും. സൺഡേ വീണ്ടും നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകും. സൺഡേ ലഞ്ച് ഈ പറഞ്ഞതുപോലെ ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കൂടെ എന്തെങ്കിലും ഒരു ചെറിയ ലഞ്ച് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബ്രഞ്ച് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് പ്ലാനിങ് ആവശ്യമില്ല. ഇത് കുറച്ചൊക്കെ എനിക്ക് അയൺ ഡെഫിഷ്യൻസി വന്നതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്തും കൊണ്ടിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും കൂടെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത്ര ബീട്രൂട്ടും സ്പിനച്ചും റാഗിയൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല മുന്നേ. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് എനിക്ക് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉൾത്തിരിഞ്ഞ് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സൺഡേ ആയി കഴിഞ്ഞാൽ എൻ്റെ ഫ്രിഡ്ജൊക്കെ ഓൾമോസ്റ്റ് കാലിയാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ കേട്ടോ. കുറച്ച് വാട്ടർമെലൺ ഉണ്ട്. പിന്നെ ഈ മുട്ട ഞാൻ ഇന്നലെ പോയി വാങ്ങിച്ചായിരുന്നു തീർന്നിട്ട്. ഇത് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കി എൻ്റെ കുറച്ച് ബാറ്റർ ബാക്കിയുള്ളതാട്ടോ. എത്ര ഉപയോഗിക്കാൻ പറ്റുന്ന അറിയില്ല, ശ്രമിച്ചു നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് ഞാൻ വിചാരിച്ച അത്ര ഞാൻ ഉപയോഗിച്ചില്ല. പിന്നെ കുറച്ച് തക്കാളിയും ഒരു പാപ്രിക്കയും പിന്നെ കുറച്ച് സ്പിനച്ചും ആണ് ഉള്ളത്. പിന്നെ പാപ്രിക്കയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഈ സൈഡിൽ നമ്മുടെ പാല് മാത്രമേ ബാക്കിയുള്ളൂ. ഓട്ട് മിൽക്കും എല്ലാം തീർന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് സൺഡേ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. പെട്ടെന്ന് വന്നാൽ ഒന്നും ഇവിടെ കഴിക്കാൻ കിട്ടില്ല. പിന്നെ ഉള്ളിയും ബാക്കി അങ്ങനത്തെ സാധനങ്ങളും ഫ്രൂട്ട്സിൻ്റെ ബൗൾ അതും കാലിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സൺഡേ ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത്. അതൊക്കെ ഷോപ്പ് ചെയ്യാൻ നമുക്ക് ലഞ്ചിന് ശേഷം പോകാം. ആദ്യം നമുക്ക് അമ്മൂച്ചേച്ചിനെ അങ്ങോട്ട് പോകാം. ഞങ്ങൾ രണ്ടുപേരും ഗാർഡൻ ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം നല്ല മടിയന്മാരാണ് കേട്ടോ. പക്ഷേ ഇന്നലെ ഞങ്ങൾ നല്ല പണിയെടുത്തിട്ട് ഗാർഡൻ ക്ലീൻ ചെയ്തു. ഇന്നലെ സമ്മറിൽ ഇവിടെ നല്ല തിരക്കല്ല, നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു. നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു. എടുത്തിട്ട് വരാം, ഒരു മിനിറ്റ്. ഇന്നലെ നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷെ എന്നാലും നല്ല കഷ്ടപ്പെട്ട് നമ്മൾ ഗാർഡനൊക്കെ ഒരുവിധം ക്ലീൻ ചെയ്തു കേട്ടോ. ഈ സാധനമൊക്കെ നമ്മൾ കുറച്ച് വെട്ടി വൃത്തിയാക്കി, കുറച്ച് നന്നായിട്ട് വെള്ളമൊക്കെ നനച്ചു. പിന്നെ ഈ സൈഡിൽ ഈ ഒരു മരം എനിക്ക് വെട്ടി ഒഴിവാക്കണം എന്നുണ്ട്. നല്ല പഴക്കമുള്ള മരമാണ് കേട്ടോ ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഫെൻസ് പിടിച്ചു നിർത്തിയിരിക്കുന്ന ഈ ഒരു മരമാണോ ശരിക്കും? അത് മുറിച്ചാൽ ചിലപ്പോൾ ഫെൻസ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പുറത്തെ വീട്ടിലെ ഓണർ ശരിക്ക് UK-ലാണ്. അവരതുകൊണ്ട് ഈ വീട് റെൻറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുക. ഈ സൈഡിലെ ഫെൻസൊക്കെ നമ്മൾ 2 വീട്ടുകാരും കൂടെ ഷെയർ ഇട്ടിട്ട് നമ്മൾ പുതിയ ഫെൻസ് വെച്ചിരിക്കുന്നത്. ഈ സൈഡിലെ ഫെൻസ് കണ്ടോ, കുറച്ച് പഴയ ഫെൻസാണ്. അപ്പോൾ കുറച്ച് നമ്മൾ കാര്യമായിട്ട് ഗാർഡൻ ശ്രദ്ധിച്ച് തുടങ്ങും എന്നുള്ള ഒരു ഇതിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇടയിൽ അയൺ ഡെഫിഷ്യൻസി വന്നിട്ട് 3 ആഴ്ചത്തോളം എൻ്റെ അവസ്ഥ ഗുഫയായിരുന്നു. എനിക്ക് ഭയങ്കര എക്സ്ട്രീംലി ലോ പോയിട്ടുണ്ടായിരുന്നു അയൺ. എനിക്ക് ബോഡിയിൽ അയണിൻ്റെ അബ്സോർപ്ഷൻ ഭയങ്കര കുറവാണെന്നാണ് അവസാനം ഉണ്ടായ ഒരു വിലയിരുത്തൽ. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. 2 വർഷം കൂടുമ്പോഴാണ് എനിക്ക് ലോ വരുന്നത്. അങ്ങനെ ഡീറ്റെയിൽ ഒരു ചെക്കപ്പിനൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആപ്പിളിന് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ആപ്പിളും നമുക്ക് കഴിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. പക്ഷെ എന്നാലും ഇതിൽ നല്ല നല്ല ആപ്പിളുകൾ നമുക്ക് മുറിച്ചെടുക്കാം.
അല്ല വിഷ്ണു, ഞാൻ ബാസ്ക്കറ്റ് എടുത്തിട്ട് വരാം. ഓക്കെ. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ ഒരു കൃഷിപ്പരിപാടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കൃഷി. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും ഉണ്ട്. പക്ഷെ അച്ഛൻ്റെ ആ ഒരു സ്കിൽസ് ഒന്നും എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എന്നും വന്ന് ഗാർഡൻ ചെക്ക് ചെയ്യുക, അതേപോലെ പ്ലാന്റ്സിന് വേണ്ട കാര്യങ്ങൾ എല്ലാം നന്നായിട്ട് ചെയ്യാന്നുള്ളതൊന്നും എനിക്ക് അത്ര ഒരു ക്ഷമയുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും ആ ഒരു സ്കില്ല് കുറച്ച് ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റൂ. കാരണം ഇത്ര നല്ലൊരു ഗാർഡൻ കിട്ടിയിട്ട് അത് മോശമാക്കി കളയാൻ ഞാനും വിഷ്ണു റെഡിയല്ല. അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെയൊക്കെ ടൈം നമ്മൾ ഗാർഡനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം നല്ലൊരു ഗാർഡനാണ്, നമ്മൾ ഈ ചെടികളെല്ലാം നന്നായിട്ട് നോക്കണം എന്നുള്ളത്. എന്തായാലും അതിൽ നല്ലൊരു മാറ്റം നമ്മൾ വരുത്തുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എണീറ്റ ഉടനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി നിന്നുള്ള ഗുണം ഇതാണ്. എനിക്കിനി പുറത്ത് പോകണമെങ്കിൽ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതോടുകൂടെയാണ് കേട്ടോ ഞാൻ രാവിലെ എപ്പോഴും എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് വൃത്തിക്ക് നിൽക്കും. അപ്പോൾ എനിക്ക് എപ്പോൾ പുറത്ത് വേണമെങ്കിലും അപ്പം പോകാനായിട്ട് പറ്റും. കുട്ട, ഇതിലൊറ്റ മീനിനെയാണോ കാണാനുള്ളൂ? ഒരു മീനിനെയും കൂടെ പോയോ? എന്ത് കഷ്ടമെന്നറിയോ, നമ്മൾ ഇതിനൊരു വല നോക്കിയിട്ട് ഇതിന് പറ്റിയൊരു വല കിട്ടിയിട്ടില്ല. ഇതിൽ ഓൾമോസ്റ്റ് 4 മീനുണ്ടായിരുന്നില്ലേ, 3 എണ്ണത്തിനെ ആ ഒരു വലിയ പക്ഷി വരും ഇവിടെ, അത് കൊത്തിക്കൊണ്ടുപോയി. ഇനി ഇതും കൂടെ ബാക്കിയുള്ളൂ. ആ ഒരു വല എങ്ങനെയെങ്കിലും ഒപ്പിക്കണം വിഷ്ണു. ഇല്ലെങ്കിൽ ഇനി അതുവരെ പിന്നെ മീനിനെ ഒന്നും വാങ്ങിക്കരുത്. കഷ്ടമല്ലേ. ഇന്ന് ഈവനിങ് നമ്മുടെ ആംസ്റ്റൽഫൈനിലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒരു ചെറിയ പിക്നിക്ക് ചെയ്താലോ ഒന്ന് പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ് കേട്ടോ. 2 ദിവസം മുന്നേ റോസിനോടെ പോയപ്പോൾ ടപ്പ് ഡിസ്കഷൻ ഉണ്ടായൊരു പ്ലാനാണ്. അപ്പോൾ ഇന്ന് ചെയ്യാമെന്നങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷേ വെതർ അത്ര സപ്പോർട്ടീവ് അല്ല, മഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തൽക്കാലം മാറ്റി. സാധാ നമ്മുടെ ഡച്ച് റോ ഹൗസിനും കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ അമ്മുച്ചേച്ചിയുടെ ഈ ഒരു നൈബർഹുഡ്. കുറച്ചൊരു UK സ്റ്റൈലാണ് അവരിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇവിടെ വന്ന ഉടനെ പിള്ളേർക്ക് സമ്മർ വെക്കേഷനൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അവരവരുടെ സമ്മറിന് ആവശ്യമായിട്ട് കളിക്കാനുള്ള എല്ലാ ഐറ്റംസും എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പുറത്ത് കളിക്കാൻ വേണ്ടി പോയിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് വന്ന ഉടനെ വീട്ടിൽ ബഹളവും ഒച്ചപ്പാടും ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ ശാന്തമായിട്ടിരിക്കുകയായിരുന്നു. അമ്മുച്ചേച്ചി വന്ന ഉടനെ ഒന്ന് കുളിക്കാൻ വേണ്ടി പോയി. ഫുഡ് ഇവിടെ റെഡിയാണ്. ഇത് ബ്രോക്കലി, ക്യാരറ്റ്, പിന്നെ ബീൻസും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനത്തെ ഒരു തോരൻ, പ്രോട്ടീനാണ് പ്രോട്ടീൻ. പിന്നെ അതേ മീൻകറി ഉണ്ട്. ഇവിടെ വളരെ സുലഭമായിട്ട് കിട്ടുന്നൊരു മീനാണ് ഡൊറാഡോ. നാട്ടിലൊരു നെയ്മീൻ്റെ ഒക്കെ ടേസ്റ്റ് പോലെയെന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും പെർഫെക്റ്റ് നെയ്മീനൊന്നുമല്ല. ഡൊറാഡോ തന്നെ കറി വെച്ചതും പിന്നെ ഫിഷ് ഫ്രൈയും ഡൊറാഡോ തന്നെയാണ് മീനും. പിന്നെ മീൻ വറുത്ത ചട്ടിയിൽ കുറച്ച് ചോറിട്ട് ഇങ്ങനെ ഇളക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതും അമ്മു ചേച്ചി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കടല ആവി കയറ്റിയതാണ് കേട്ടോ. പിന്നെ ഇതൊരു ബ്രിഞ്ചോളൊക്കെ ഇട്ടിട്ടുള്ള ഒരു മോരുകറി. ഇത്രയാണ് നമ്മുടെ ലഞ്ച്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതേ പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും സമ്മർ വെക്കേഷൻ ആവുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇപ്പോൾ കളി. ദീപചേച്ചിയും ദിബിൻ ചേട്ടനും നാട്ടിലോട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഷിവു ഒന്നുണ്ട് ഇവിടെ. നിങ്ങൾ എന്താ ചെയ്യണത്? എന്തിനാ വെള്ളം മറിക്കണേ? ഓ, ഇവിടെ ഓടിക്കാൻ വേണ്ടിയിട്ടോ. അവർ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് കാര്യമായി വിശപ്പില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആദ്യം നമുക്ക് നന്നായിട്ട് വിശക്കുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അച്ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ചക്കക്കുരും പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബീഫും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ ഗംഭീരമായി ഭക്ഷണം കഴിച്ചു. എനിക്ക് ആ മീൻ വറുത്ത ചട്ടിയിലുള്ള ചോറുണ്ടല്ലോ, അതെനിക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് അങ്ങനെ അമ്മ ഉണ്ടാക്കിയ ഓർമ്മയൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ കഴിച്ചു തുടങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇത് ആരിയുടെ പ്ലേറ്റാണ് കേട്ടോ. ആരി നമ്മുടെ ഒപ്പം കഴിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. റേച്ചേട്ടനും സഞ്ജേട്ടനും വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഇതേ നല്ല അടച്ചു വെച്ചിട്ടുള്ള പാത്രത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം കിച്ചണും അതേപോലെ ടേബിളും ഒക്കെ ക്ലീൻ ചെയ്തു. നമുക്കിനി പെട്ടെന്ന് പോയി നമ്മുടെ കുറച്ച് ഷോപ്പിംഗ് പരിപാടി തീർക്കാം കേട്ടോ. നേരെ പോകുന്നത് നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇപ്പോൾ 2 ഘട്ടങ്ങളായിട്ടാണ് ഗ്രോസറി ഷോപ്പിംഗ് തീർക്കാറ്. 1 നമ്മൾ ടർക്കി ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. 2 പിന്നെ നമ്മൾ ആൽബർട്ടൈനും കൂടെ 2ഉം കൂടെ കൂട്ടി കലർത്തിയിട്ടാണ് നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് തീർക്കാറ്. അധികം ദൂരം വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമ്മുടെ അമ്മുചേച്ചിയുടെയും വീട് തമ്മിൽ. അപ്പോൾ ഇവിടെ നിന്നും അടുത്ത് തന്നെയാണ് ഹോഫ്ദോർപ്പ് സെൻറ്ററും വരുന്നത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് മുടി വെട്ടാൻ വേണ്ടി പോയില്ലേ, അന്ന് ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നമ്മുടെ പാർക്കിംഗ് ഇടാൻ മറന്നുപോയി ആപ്പിൽ. അതിന്ന് എനിക്കൊരു 75 യൂറോൻ്റെ ഫൈൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ ചെക്ക് ചെയ്യും കേട്ടോ ആരൊക്കെയാണ് പ്രോപ്പറായിട്ട് പാർക്കിംഗ് ഇടാത്തതെന്നുള്ളത്. ടർക്കി ഷോപ്പിന് അവിടെ പാർക്കിംഗ് ഇട്ടാത്തതുകൊണ്ടും ടർക്കി ഷോപ്പ് 7 മണി വരെ ഉള്ളതുകൊണ്ടും മീഡിയ മാർട്ട് 5 മണി വരെ ഉള്ളതുകൊണ്ടും ആദ്യം നമ്മൾ നാട്ടിലേക്ക് പോകുന്ന കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. 1-2 ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് നാട്ടിൽ എൻ്റെ ബ്രദേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് ആണ് അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്.
എനിക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കസിൻസ് ഉണ്ട്. നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അമ്മയുടെ സൈഡിൽ നമ്മളൊരു ജോയിൻറ്റ് ഫാമിലി പോലെയാണ്. എല്ലാവരും അടുത്തടുത്തുള്ള വീടുകളിലാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ സ്നേഹ സമ്മാനം കൊടുക്കാൻ എനിക്കൊരു ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദറിന് വേണ്ടിയിട്ട് ഞാനൊരു ഹെഡ്സെറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ഇവിടെയുള്ള പ്രൈസും അതേപോലെ ഓൺലൈനിലുള്ള പ്രൈസും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നത്. വിഷ്ണു നോക്കിയിട്ട് പറഞ്ഞു കുറച്ചും കൂടെ ബെറ്റർ പ്രൊഡക്റ്റ്, കുറച്ചും കൂടെ ഗുഡ് പ്രൈസിന് ഓൺലൈൻ അവൈലബിൾ ആണ്, അതുകൊണ്ട് നമുക്കിനി അവിടുന്ന് വാങ്ങിക്കാമെന്ന്. കടയിലും ഓൺലൈനുമുള്ള വില കമ്പയർ ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കുന്ന സ്വഭാവം എനിക്കില്ലെങ്കിലും വിഷ്ണുവിനുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വിഷ്ണു അമ്മേനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ബ്രഷ് വേണമെന്ന്. വീട്ടിലുള്ള ആൾക്കാരൊന്നും പല്ലുതേപ്പ് അത്ര പോരാ, 4 സെറ്റ് ബ്രഷാണ് കൊണ്ടോ. അങ്ങനെ നമ്മൾ 2 വീട്ടിലേക്കും ആദ്യം വാങ്ങിയത് ബ്രഷാണ് കേട്ടോ. വിഷ്ണുവിൻ്റെ അച്ഛന് കഴിഞ്ഞ കൊല്ലം നമ്മൾ എയർപോർട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഇങ്ങനെ ബ്രഷ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഇഷ്ടമാകുമെന്ന് നോക്കിയിട്ട്, അപ്പോൾ പുള്ളിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളി അത് മറ്റേ ബാറ്ററി വെച്ച് വർക്ക് ചെയ്യണമായിരുന്നു, ചാർജ് ചെയ്യണതായിരുന്നില്ല. പെട്ടെന്ന് ചുമ്മാ എയർപോർട്ടിൽ കണ്ടപ്പോൾ പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ പുള്ളി ഒന്നും കൂടെ അത് നല്ലൊന്ന് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവരും കുരിക്കട്ടെ ഒന്ന് വെച്ചിട്ടത്. ഇവിടെ വന്ന് ആദ്യത്തെ തവണ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ വെറുതെ ഒരു രസത്തിന് വാങ്ങിച്ചു കൊണ്ടുപോയതായിരുന്നു ഈ ഒരു യെല്ലോ ക്ലോത്ത്സ്. ഇത് ഭയങ്കരമായിട്ട് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുന്ന ഒരു ക്ലോത്താണ് കേട്ടോ. ഇപ്പോൾ ഇത് നാട്ടിൽ വൻ ഹിറ്റാണ്. വിഷ്ണുവിൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ എന്താ കൊണ്ടുവരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് ഈ ഒരു ഐറ്റമാണ്. അതിനുശേഷം ആക്ഷനിന്ന് ചുമ്മാ ഞാൻ കുറേ തക്കിട സാധനങ്ങൾ വാങ്ങിച്ചു. എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ആവശ്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടുന്ന് വാങ്ങിച്ച ഐറ്റം. ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ വിഷ്ണുവിന് നല്ല ക്ഷമ മടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണുവിന് തീരെ ഷോപ്പിങ്ങിന് വരാൻ ഇഷ്ടമല്ല. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കുറച്ച് അതിശയോക്തി പറയുകയാണെന്നുള്ളത്. അങ്ങനെയല്ല, ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വിഷ്ണുവിന് ഇനി ഷോപ്പിംഗ് പറ്റില്ല, ആകെ മൊത്തം ബുദ്ധിമുട്ടിലാണെന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ തന്നു തുടങ്ങും. പിന്നെ ഷോപ്പിങ്ങിൽ ഇടപെടുക എന്നുള്ളതൊന്നും വേണ്ട, അതല്ലാതെ തന്നെ പോവാ ആ ഒരു ഡയലോഗ് വന്നു. കുറേ നേരം നമ്മൾ ഷോപ്പ് ചെയ്തോണ്ടേ വിഷ്ണു ഭയങ്കര ടയർഡായിപ്പോയില്ല വിഷ്ണു? അതുകൊണ്ടിപ്പോൾ നമ്മൾ എന്തായാലും മുടക്കാൻ പറ്റാത്തൊരു ഷോപ്പിംഗ് ഉണ്ട്. സൺഡേ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു ഷോപ്പിംഗ്, നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ്. ബാക്കി ഷോപ്പിങ്ങിന് ഇനി ഞാൻ വന്നോളാം അല്ലേ വിഷ് ബോയ്? നമ്മള് മറ്റേ എന്തൊക്കെയാ വേണ്ടെന്ന് കറക്റ്റ് എഴുതാൻ പറഞ്ഞില്ലേ, ഫുഡ് മാത്രമേ തീരുമാനിച്ചുള്ളൂ. നേരത്തെ ഇപ്പോൾ ആക്ഷനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ മൊത്തം ഷോപ്പിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് ലെസ് ദാൻ 15 മിനിറ്റ്സ് ആയിരിക്കും. അപ്പോൾ തന്നെ വിഷ്ണുവിന് മടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രോസറി ഷോപ്പിംഗ് നമുക്ക് എന്തായാലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു കാര്യമാകൊണ്ട് വിഷ്ണു വരും. ഗ്രോസറി ഷോപ്പിങ്ങിന് ആക്ച്വലി വിഷ്ണുവിന് ഞാനൊപ്പം വരുന്നത് വലിയൊരു താല്പര്യമില്ല കേട്ടോ. കാരണം ഞാൻ കുറേ സാധനങ്ങൾ നോക്കി തട്ടിത്തിരിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നിർത്ത് കുറച്ച് നേരം എടുത്തിട്ടാണ് ഞാൻ ഷോപ്പ് ചെയ്യുക. വിഷ്ണുവിന് പോക്കും വരവും ഒരുമിച്ച് കഴിയണം. അതുകൊണ്ട് എന്നെ കൂട്ടാതെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാനുള്ള ശ്രമം പലതവണ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ അത്ര അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാറില്ല. കണ്ടോ പാവം ക്ഷീണിച്ച് ടയർഡായ ഒരു മുഖം കണ്ടോ. 15 മിനിറ്റിൻ്റെ ഷോപ്പിംഗ് എഫക്റ്റാണ്. എന്തായാലും നമ്മൾ ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസും അതേപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് പ്രോട്ടീൻ ബാർസ് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ എക്സ്ട്രാ വേറെ സ്നാക്സും കാര്യങ്ങളൊന്നും ഇടയിൽ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രോട്ടീൻ ബാർസ് വാങ്ങിച്ച് വെക്കാറുണ്ട് ഡെയിലി ഒന്നൊക്കെ കഴിക്കാൻ. പിന്നെ ഈ ഒരു ഏരിയ ഞാൻ ഇവിടുന്ന് തീരെ വരാത്തൊരു ഏരിയയാണ് കേട്ടോ. ഇപ്പം ഞാൻ നോക്കാൻ കാരണം നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ബെയിലിക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, അവൾക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ. അപ്പം ഞാൻ എല്ലാ കൊല്ലം മറക്കാതെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചധികം ഐറ്റംസ് ഞാൻ പുള്ളിക്കാരിക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. തൽക്കാലം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം വാങ്ങിയില്ലേ എന്നുള്ളത് ഒന്നും കൂടെ റീചെക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഐറ്റംസ് എല്ലാം കാറിൽ കൊണ്ടുവച്ച് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ടർക്കി ഷോപ്പ് ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ മീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറ് കേട്ടോ. ഇപ്പോൾ എല്ലാത്തിനും വില കൂടി എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മുടെ പച്ചക്കറി, മീറ്റ്, അതേപോലെ ഫ്രൂട്ട്സിനെല്ലാം വില കൂടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് നോക്കിയിട്ട് നമ്മൾ ടർക്കി ഷോപ്പിലാണ് കുറച്ച് ഈ ഒരു ചിക്കനും ബീഫിനും ഒക്കെ വില കുറവ് കാണാറ്. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മളിവിടെ വരാറുണ്ട്. പിന്നെ ക്വാളിറ്റി ഓഫ് മീറ്റും കുറച്ചും കൂടെ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ടർക്കി ഷോപ്പ് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. കുറച്ചധികം കാലമായി നീട്ടി വെച്ചൊരു പരിപാടി നമുക്കിന്ന് തീർക്കാം. എനിക്ക് ഈ ഒരു കൗച്ചിൻ്റെ ബാക്കിലായിട്ട് ഒരു 3 പെയിൻറ്റിങ് തൂക്കണം എന്നുള്ളത് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. ആദ്യം ഞാൻ വരയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്കങ്ങനെ സമയമൊന്നും കിട്ടുന്നത് മാത്രമല്ല അത്ര നന്നായിട്ട് വരയ്ക്കാൻ മാത്രം എനിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ചെറുതായി തട്ടിക്കൂട്ടിയിട്ടുള്ള വരപ്പരിപാടികളൊക്കെ അറിയാമെന്നല്ലാതെ. അങ്ങനെ അവസാനം നമ്മൾ ഒരാളെ കണ്ടുപിടിച്ച് പുള്ളിക്കാരനെ കൊണ്ടൊരു 3 പെയിൻറ്റിങ് വരപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 3ഉം കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ഇല്ലേ, അതാണ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ പുള്ളിക്കാരൻ വരച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രെയിമിങ്ങും ഈ ഒരു പിക്ചർ വാങ്ങിക്കലും എല്ലാം കൂടെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ച കാര്യത്തിൻ്റെ വില നോക്കിയിട്ട് പിന്നെ കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും വിഷ്ണുവിനും അത്ര ഡ്രില്ലിംഗ് പരിപാടിയൊന്നും അത്ര നന്നായിട്ട് അറിയില്ല. അതുകൊണ്ട് റേച്ചേട്ടനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും വരാറ് കേട്ടോ.
അതിനുശേഷം നമ്മൾ നേരെ വന്നത് റോസിൻ്റെ വീട്ടിലോട്ടായിരുന്നു. അന്ന് ഫ്രൈഡേ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് ഞാൻ വാങ്ങിച്ച മീൻ ദേ ഇവിടെ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. വന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഡിന്നറും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. റോസ് ഫിഷ് മോളിയാണ് ഉണ്ടാക്കുന്നത്. റോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഭയങ്കര ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് കുക്കാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് വാങ്ങിച്ച കുറച്ച് പയറും ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചത്, എനിക്ക് സമയം ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് തന്നെ അരിഞ്ഞ് ഒരു സിപ്പ് ലോക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് ചുമ്മാ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതെ, ഈ കാണുന്നതാണ് നമ്മുടെ ഡിന്നർ. ഫിഷ് മോളി ഉണ്ട്, വെജ് സ്റ്റൂ ഉണ്ട്, അപ്പം ഉണ്ട്, ബ്രെഡും ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി കാര്യമായി ഭക്ഷണം കഴിച്ചു. ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളൊരു കാര്യമാണ്, നമുക്ക് എപ്പോഴും നല്ല ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ദിവസങ്ങളും നമ്മുടെ ലൈഫും ഒക്കെ എന്ത് ബെറ്റർ ആണെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഇവരൊന്നും ഇല്ലാത്തൊരു ലൈഫ് എനിക്ക് ആക്ച്വലി ഇവിടെ അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഞാനും വിഷ്ണുവും ഭയങ്കര ഫ്രണ്ട്സ് പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മളിതേ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടി ബാക്കിയുണ്ട് കേട്ടോ. അതായത് വാങ്ങിച്ചു കൊടുക്കുന്ന നമ്മുടെ ഈ ഗ്രോസറി ഐറ്റംസ് എല്ലാം ക്ലീൻ ചെയ്ത് ഓരോരോ പാക്കറ്റുകൾ അഴിച്ച് പ്രോപ്പറായിട്ട് നമുക്ക് ഫ്രിഡ്ജിലും അതേപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലും ഒക്കെ എടുത്ത് വെക്കണം. ഞാൻ ആഴ്ചയിലൊരു ദിവസമാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാറ്. ആ ഒരു ക്ലീനിങ് മെയിൻലി വരുന്നത് നമ്മൾ ഈ ഒരു വാങ്ങിച്ച ഗ്രോസറി ഐറ്റംസ് എല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റുന്ന സമയത്ത് ഞാൻ പ്രോപ്പറായി ഫ്രിഡ്ജ് തുടച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷമാണ് ഓരോരോ ഐറ്റംസ് എടുത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ആഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ ഫുൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, വിഷ്ണുവും കൂടെ ചേർന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യാറ്. പിന്നെ നമ്മൾ മീറ്റൊക്കെ എടുത്ത് വെക്കുമ്പോൾ പ്രോപ്പറായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറ്. എന്നാൽ പിന്നെ എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് കുക്ക് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ കിച്ചൺ ക്ലീനിങ് ആണ്. കുറച്ച് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, കിച്ചൺ സ്ലാബ് എങ്ങനെയാണ് അധികം മാർക്സ് ഒന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. ഞാൻ ഏതെങ്കിലും ഒരു ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിക്കാറുണ്ട്. അതിനുശേഷം ആദ്യം നനഞ്ഞൊരു തുണി വെച്ചിട്ടും അതിനുശേഷം ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ടും ഞാൻ തുടയ്ക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അധികം മാർക്സ് വരില്ല. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ തീർന്നിരിക്കുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്കിന്ന് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വാങ്ങിച്ച കാര്യങ്ങൾ മുഴുവൻ ഒരു കവറിലാക്കിയിട്ട് എൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ അവസാനം പലതും പല ഡയറക്ഷനിൽ കടന്നു കഴിഞ്ഞാൽ അധികം കാര്യങ്ങളും കൊണ്ടുപോകാൻ മറന്നു പോകും. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിയ എല്ലാ ഐറ്റംസും ഒരു വലിയ ബാഗിലിട്ടിട്ട് ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അതോടുകൂടെ നമ്മുടെ ഈ ഒരു താത്തത്തെ ഫ്ലോറിൽ വർക്കിംഗ് തീർന്നിരിക്കുന്നു. നമുക്കിനി മുകളിൽ പോയി കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം കിടക്കാം. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ട് കേട്ടോ ഇന്നത്തെ ഒരു ഡേ. യൂഷ്വലി നമ്മൾ സൺഡേ നമ്മൾ ഇവിടെ തന്നെയാണ് ഡിന്നറൊക്കെ കുക്ക് ചെയ്യാറ്. കാരണം നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് ലഞ്ചും കൂടെ വേണമല്ലോ. പക്ഷേ ഇന്ന് നമുക്ക് റോസിൻ്റെ അടുത്ത് പോകേണ്ടതുകൊണ്ട് നമ്മളിവിടെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് മെല്ലെയാണ് ഇറങ്ങിയത്. രാത്രിത്തെ ഈ ഒരു സ്കിൻ കെയർ പരിപാടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൺഡേ ഇവിടെ തീർന്നു കേട്ടോ. അത്യാവശ്യം വിചാരിച്ച കുറേ കാര്യങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്രഷായിട്ട് നല്ല അടിപൊളിയായിട്ട് നാളെ തൊട്ട് നമ്മുടെ വർക്കിംഗ് ഡേയ്സ് തുടങ്ങാം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.